ഡാനിയൽ സിജോ, ജാൻവി ഫിലിപ്പ്, പിന്നെ പൗരോഹിത്യ ജീവിതത്തിന്റെ 1 വർഷം പൂർത്തിയാക്കുന്ന ഫാദർ ജിനിസ് അണിക്കുടിയിൽ, പിന്നെ 82ാം ജന്മദിനം ആഘോഷിക്കുന്ന ത്രേസ്യാമ്മ മൈക്കിൾ, പിന്നെ രോഗസൗഖ്യത്തിനായി അനീറ്റ്, പിന്നെ ഒരു സ്പെഷ്യൽ ഇന്റർനാഷണൽ അൽഫോൺസ് ജോസഫ്, പിന്നെ ഈ കുർബാനയിൽ നന്ദി പ്രകാശനമായിട്ട് ഈ കുർബാനയിൽ സമർപ്പിക്കാൻ 25ാം വിവാഹവർഷം ആഘോഷിക്കുന്ന ജോയി മേരി ദമ്പതികൾ, അതുപോലെ ജോയിയുടെ ബർത്ത്ഡേ, മിനി ബാബു, അൽഫോൺസ് ജേക്കബ്, ബ്ലെസ്സി കോവയ്ക്കൽ, ലിയ ആന്റണി, പിന്നെ പ്രത്യേകമായിട്ട് സെബാസ്റ്റ്യന്റെ ആത്മാവിന് വേണ്ടി നമുക്ക് ഈ കുർബാന പ്രത്യേകമായിട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സകലത്തിന്റെയും നാഥായ എന്നേക്കും.
രക്ഷിക്കുന്നവനും ജീവനും പരിപാലിക്കുന്നവനുമാകും. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകും. സകലത്തിന്റെയും നാഥായ അതുപോലെ ഒരു സാബത്ത് ദിവസം അവൻ അവരുടെ സിനഗോഗിൽ പ്രവേശിച്ച് വായിക്കുവാൻ എഴുന്നേറ്റ് നിന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം അവന് നൽകപ്പെട്ടു. പുസ്തകം തുറന്നപ്പോൾ ഇപ്രകാരം എഴുതിയിരിക്കുന്നത് അവൻ കണ്ടു.
കർത്താവിന്റെ ആത്മാവ് എന്റെ മേലുണ്ട്, ദരിദ്രരെ സുവിശേഷം അറിയിക്കുവാൻ അവിടെ തന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ബന്ധിതർക്ക് മോചനവും അന്ധർക്ക് കാഴ്ചയും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും കർത്താവിന് സ്വീകാര്യമായ മത്സരവും പ്രഖ്യാപിക്കുവാൻ അവിടെ തന്നെ അയച്ചിരിക്കുന്നു. പുസ്തകം അടച്ച് ശുശ്രൂഷകനെ ഏൽപ്പിച്ചതിനു ശേഷം അവനിരുന്നു. സിനഗോഗിലുണ്ടായിരുന്ന എല്ലാവരും അവനെ ഉറ്റുനോക്കിക്കൊണ്ടിരുന്നു. അവൻ അവരോട് പറയാൻ തുടങ്ങി, നിങ്ങൾ കേട്ടിരിക്കട്ടെ തന്നെ ഈ തിരുവെഴുത്ത് നിറവേറിയിരിക്കുന്നു. എല്ലാവരും അവനെ പറ്റി പ്രശംസിച്ചു പറയുകയും അവന്റെ നാവിൽ നിന്ന് പുറപ്പെട്ട കൃപാവചസ് കേട്ട് അത്ഭുതപ്പെടുകയും ചെയ്തു. ഇവൻ ജോസഫിന്റെ മകനല്ലേ എന്ന് അവർ ചോദിച്ചു. അവൻ അവരോട് പറഞ്ഞു, വൈദ്യ, നിന്നെ തന്നെ സുഖപ്പെടുത്തുക എന്ന ചൊല്ലി ഉദ്ധരിച്ചുകൊണ്ട്, തീർച്ചയായും നിങ്ങൾ എന്നോട് കഫർനഹൂമിൽ നീ ചെയ്ത അത്ഭുതങ്ങൾ ഇവിടെ നിന്റെ സ്വന്തം സ്ഥലത്ത് ചെയ്യുക എന്ന് പറയും. എന്നാൽ സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഒരു പ്രവാചകനും സ്വന്തം നാട്ടിൽ സ്വീകരിക്കപ്പെടുന്നില്ല. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഏലിയ പ്രവാചകന്റെ കാലത്ത് ഇസ്രായേലിൽ അനേക വിധവകൾ ഉണ്ടായിരുന്നു. അന്ന് 3 വർഷവും 6 മാസവും ആകാശം അടയ്ക്കപ്പെടുകയും ഭൂമിയിലും രൂക്ഷമായ ക്ഷാമം ഉണ്ടാവുകയും ചെയ്തു. എന്നാൽ സീദോനിൽ സർപ്തായിലെ ഒരു വിധവയുടെ അടുക്കലേക്കല്ലാതെ മറ്റാരുടെ അടുക്കിലേക്കും ഏലിയ അയക്കപ്പെട്ടില്ല. എലീശ പ്രവാചകന്റെ കാലത്ത് ഇസ്രായേലിൽ അനേക കുഷ്ഠരോഗികൾ ഉണ്ടായിരുന്നു. എന്നാൽ അവിടെ സിറിയാക്കാരനായ നാമാൻ അല്ലാതെ മറ്റാരും സുഖപ്പെട്ടില്ല. ഇത് കേട്ടപ്പോൾ സിനഗോഗിൽ ഉണ്ടായിരുന്ന എല്ലാവരും കോപാകുലരായി. അവർ അവനെ പട്ടണത്തിൽ നിന്ന് പുറത്താക്കുകയും തങ്ങളുടെ പട്ടണം സ്ഥിതി ചെയ്യുന്ന മലയുടെ ശൃംഗത്തിൽ നിന്ന് താഴേക്ക് തള്ളിയിടാനായി കൊണ്ടുപോവുകയും ചെയ്തു. എന്നാൽ അവൻ അവരുടെ ഇടയിലൂടെ നടന്ന് അവിടെ വിട്ടുപോയി. ഏറ്റവും സ്നേഹം നിറഞ്ഞ വൈദികരെ, സഹോദരി സഹോദരങ്ങളെ, ഞാൻ ക്രിസ്മസ് രാത്രിയിൽ കുർബാനയിൽ ഞാൻ പ്രസംഗിച്ചു. അവിടെ ഞാൻ പറഞ്ഞൊരു കാര്യം, ബൈബിൾ ആരംഭിക്കുന്നത് ഒരു യാത്രയിലൂടെയാണ്. ജ്ഞാനികൾ ദക്ഷിണ പേരുള്ള യാത്ര. സുവിശേഷം അവസാനിക്കുന്നത് മറ്റൊരു യാത്രയിലാണ്. യേശു ശിഷ്യന്മാരെ തന്റെ മിഷൻ ഏൽപ്പിച്ച് ഒരു യാത്രയ്ക്കായി അയക്കുന്നതാണ്. എന്നിട്ട് ഞാൻ പറഞ്ഞു, നമ്മളെല്ലാം ഈ യാത്രയുടെ ഭാഗമാണ്. 1-ാം തീയതി ഞാൻ പറഞ്ഞു, ബൈബിൾ ആരംഭിക്കുന്നത്, അതായത് ക്രിസ്ത്യ ജീവിതം ആരംഭിക്കുന്നത് ഒരു അനാഥ കുഞ്ഞിനെ ദത്തെടുത്തുകൊണ്ട്. ക്രിസ്ത്യ ജീവിതം, അത് സുവിശേഷം അവസാനിക്കുന്നത് ഒരു അനാഥയെ അമ്മയെ ദത്തെടുത്തുകൊണ്ട്. ആ കോണ്ടസ്റ്റിൽ ഞാൻ പറഞ്ഞു, നമ്മുടെ യാത്രയിൽ എങ്ങനെ നമ്മുടെ ജീവിതം ക്രമീകരിക്കണം. സാഹോദര്യ സ്നേഹത്തെ കുറിച്ച് അതിൽ നമ്മൾ പറഞ്ഞു. സാഹോദര്യ സ്നേഹം, ആദ്യത്തെ ശാപം ഈ ലോകത്തിലേക്ക് വന്നത് സഹോദരങ്ങളുടെ ഉത്തരവാദിത്വം നിർവഹിക്കാതിരുന്നപ്പോഴാണ് ഈ ലോകത്തിലേക്ക് ആദ്യത്തെ ശാപം ഈ ലോകത്തിലേക്ക് കടന്നു വരുന്നത്. അവിടെ ഞാൻ പറയാൻ വിട്ടുപോയൊരു കാര്യം, അന്ത്യവിധി അവിടെ പ്രതിപാദിക്കുന്നത് മത്തായി സുവിശേഷം 25-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അവിടെ ദൈവം പറയുന്നത്, നിങ്ങൾ ഈ കാര്യം ഈ എന്റെ ചെറിയ ചെയ്തു കഴിഞ്ഞപ്പോൾ, ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ സന്ദർശിച്ചു. ഞാൻ കാരാഗ്രഹത്തിലായിരുന്നു, നിങ്ങൾ എന്നെ സന്ദർശിച്ചു. ഞാൻ എനിക്ക് എന്നെ കൂടെ രോഗിയായിരുന്നു, നിങ്ങൾ വിസിറ്റ് ചെയ്തു. ഈ ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞാണ് അവിടെ അവസാനിക്കുന്നത്. അപ്പൊ സാഹോദര്യ സ്നേഹത്തിന്റെ ബേസിലാണ് നമ്മളെ ജഡ്ജ് ചെയ്യാൻ പോകുന്നത്. ഇന്ന് ഇതിന്റെ ഒരു കോണ്ടസ്റ്റ് ചെയ്ത് വേണം ഇന്നത്തെ സുവിശേഷം നിങ്ങൾക്ക് കാണാനായിട്ട്. നമ്മുടെ ജീവിതം ഒരു ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ നമ്മുടെ യാത്രയാണ്. ഇന്ന് സുവിശേഷത്തെ നമ്മൾ കാണുന്നത് ഈശോയുടെ കന്നി പ്രസംഗമാണ്. അതായത് ഈശോയുടെ മാമോദിസ. നാളെ എപ്പിഫനി ഈ സിറിയൻ ട്രഡീഷൻ അനുസരിച്ച് എപ്പിഫനി എന്ന് പറയുന്നത് ഈശോയുടെ മാമോദിസയാണ്. ഈശോയുടെ മാമോദിസ ശേഷം ഈശോ ഉൾവലിഞ്ഞു പോവുകയാണ് തന്റെ നിയോഗം എന്നതാണെന്ന് കണ്ടെത്തുവാനായിട്ട്. 40 ദിവസത്തെ ഉപവാസത്തിലേക്ക് പോവാണ്. ആ ഉപവാസത്തിലേക്ക് പോയിട്ട് ഈശോ സ്വയം തിരിച്ചറിയുകയാണ് എന്താണ് തന്നെ ഏൽപ്പിച്ച ദൗത്യമെന്ന്. ആ ദൗത്യമാണ് ഇന്നത്തെ പ്രസംഗത്തിൽ വന്ന് ആദ്യത്തെ പ്രസംഗമാണ്. അതായത് ലൂക്കാസ് വിശേഷം അനുസരിച്ച് ഈശോയുടെ കന്നി പ്രസംഗമാണ്. ലൂക്കാ എന്ന് പറയുന്നത് ഒരു ഓർഡർലി അക്കൗണ്ട് എഴുതുന്നതാണ്. അപ്പൊ അതായത് ഇതാണ് ആദ്യത്തെ പ്രസംഗം.
അവിടെ വെച്ച് ഈശോ തന്റെ ദൗത്യം മറ്റുള്ളവർക്ക് വെളിവാക്കി കൊടുക്കുകയാണ്. എന്താണ് തന്നെ ഏൽപ്പിച്ചത്? അപ്പൊ അതായത് നമ്മൾക്ക് ഓരോരുത്തരും നമ്മുടെ ലക്ഷ്യം, നമ്മുടെ ദൗത്യം കണ്ടെത്തേണ്ടതായിരുന്നു. നമ്മൾ ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന അധികം പേര് 35 ഒക്കെ കഴിഞ്ഞവരാണ്. നിങ്ങളൊക്കെ ഏകദേശം സിനിമ ഒക്കെ കാണാറുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ ഈ പഴയ പടങ്ങളൊക്കെ കാണാറുണ്ട്, പഴയ സിനിമകളൊക്കെ. അതിൻ്റെ അകത്തൊരു പകുതി ഭാഗം കഴിയുമ്പോഴേക്കും പിന്നെ തമാശകൾ കാണുന്നില്ല, പിന്നെ കളിയും ചിരിയൊന്നും കാണുന്നില്ല, പിന്നെ സീരിയസ് ആയിട്ട് കാര്യങ്ങളാണ്. പിന്നെ കളിയും ചിരിയായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ പടം കൂട്ടി. പറഞ്ഞു വരുന്നത് മനസ്സിലായോ? അതായത് നമ്മൾ പകുതി കഴിഞ്ഞ് ഇടപെടൽ കഴിഞ്ഞിരിക്കുന്ന സമയമാണ്. നമ്മുടെ ജീവിതത്തിൽ ഇനിയും ഈ കളിയും ചിരിയായിട്ട് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും ആ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരില്ല. നമ്മളെല്ലാവരുടെയും ജീവിതത്തിൽ പല നിമിഷങ്ങളായിട്ട് ക്രിസ്തുവിനെ നഷ്ടപ്പെട്ടിട്ടുണ്ട് നമ്മുടെ ജീവിതത്തിൽ. അത് യാതൊരു സംശയമില്ല. ബൈബിള് പരിശുദ്ധ കന്യാമറിയത്തിന് ദൈവത്തിന് ജോസഫിനെ നഷ്ടപ്പെട്ടു പോയി. അവർക്ക് ക്രിസ്തുവിനെ നഷ്ടപ്പെട്ടു നമുക്ക് തിരിച്ചറിഞ്ഞപ്പോഴേക്കും അവര് ദേവാലയത്തിലേക്ക് തിരികെ പോകുന്നുണ്ട് ഈ ക്രിസ്തുവിനെ തിരികെ എടുക്കാൻ വേണ്ടി. നമ്മുടെ ജീവിതത്തിലും നമ്മുടെ ചെറിയ ചെറിയ ഇഷ്ടങ്ങളിലോ ഹോബികളിലോ നമ്മുടെ ജീവിതത്തിലും നമ്മുടെ യാത്രയിലും നമ്മുടെ ഈ ക്രിസ്തുവിനെ നഷ്ടപ്പെട്ടിട്ട് കാണും. നമ്മൾ എവിടെ ചെന്ന് കണ്ടെത്തണം? നമ്മൾ തിരികെ ദേവാലയത്തിലേക്ക് വരണം. ദേവാലയത്തിലേക്ക് വന്ന് അവൻ അവിടെ പഠിപ്പിക്കുകയും ധ്യാനിക്കുകയും തർക്കിക്കുകയും ചെയ്ത് ദേവാലയത്തിലുണ്ട്. നമ്മൾ പഴയ നിയമത്തിൽ ഒരു സ്ത്രീയെ കാണുന്നുണ്ടല്ലോ, കന്യായെ. അവൾ ദേവാലയത്തിൽ കരഞ്ഞാണ് പ്രവേശിക്കുന്നത്. അവിടെ പക്ഷെ സന്തോഷത്തോടെ ദേവാലയത്തിൽ തിരികെ ഇറങ്ങി പോകുന്നത്. നമ്മളെങ്ങനെയാ ദേവാലയത്തിലേക്ക് വരുന്നത്? നമ്മുടെ ജീവിതം നമ്മൾ ദേവാലയത്തിലേക്ക് വരുന്നത് അതേപോലെ നമ്മൾ തിരികെ പോവുക. നമുക്കൊരു സന്തോഷം കിട്ടുന്നുണ്ടോ? സമാധാനം കിട്ടുന്നുണ്ടോ? ജോസഫിന്റെയും മേരിയുടെയും ജീവിതത്തിൽ സമാധാനം നഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോൾ അവർ ക്രിസ്തുവിനെ തിരികെ പിടിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവരുടെ ജീവിതത്തിലേക്ക് ആ സമാധാനം തിരികെ വരുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ഈ സമാധാനം, നഷ്ടപ്പെട്ടു പോയ സമാധാനം നമുക്ക് തിരികെ ലഭിക്കണമെങ്കിൽ നമുക്ക് ഈ നഷ്ടപ്പെട്ടു പോയ ക്രിസ്തുവിനെ നമ്മൾ തിരികെ പിടിച്ചത്. അതാണ് ഈ പ്രതീക്ഷയുടെ തിരുനാളുകളിൽ ഈ ഈശ്വര പരിസ്ഥിതി നമ്മളെ പ്രത്യേകമായിട്ട് പഠിപ്പിക്കുന്നത്. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. ഈശോയുടെ ഏറ്റവും വലിയ സങ്കടമായിരുന്നു ഈശോയുടെ പരിചയകാലത്ത് ഈശോയുടെ പ്രസംഗത്തിൽ അധികം ഉൾപ്പെടുത്തിയ കാര്യമാണ് ശിശുമാരെ ഏൽപ്പിച്ച് വലിയ ദൗത്യം നിങ്ങളെ മൃതരെ ഉയർപ്പിക്കാന്നുള്ളതാണ്. വേദന ഞാൻ പ്രസംഗത്തിൽ പറഞ്ഞു, ഒരു ശിഷ്യനും ഒരു സപ്പോർട്ടിലും പോയിട്ടില്ല ഒരു മൃതരെ ഉയർപ്പിക്കാനായിട്ട്. ഈശോനെ പറഞ്ഞു മരിച്ചവരെ അടക്കം ചെയ്യട്ടെ. അതായത് ജീവിച്ചിരിക്കുന്നവരാണ് പലരും ആത്മാവിൽ മരിച്ചു. ഇതിന്റെ ഉദാഹരണം ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം. എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ ഒരു ചെറുപ്രായത്തിൽ ഒരു നമുക്ക് ഇഷ്ടമില്ലാത്ത എന്തോ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു. പക്ഷെ നമുക്ക് ഓർമ്മിച്ചെടുക്കാൻ താല്പര്യമില്ലാത്ത സംഭവം ഒരു വർഷം നമ്മൾ അബ്യൂസ് ചെയ്തിട്ട് കാണും. നമ്മൾ 15-ാം വയസ്സിൽ നമ്മൾ ഒരു വർഷം അബ്യൂസ് ചെയ്ത് കാണും. പിന്നീട് ആ ഒരു ദുഃഖവും പേരിക്കൊണ്ട് 10, 40, 45, 50 വർഷം 60 വർഷം ആ ദുഃഖവും പേരിക്കൊണ്ട് പോകുകയാണ്. പഴയ നിയമത്തിൽ ഈ കഴിഞ്ഞ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കിയ ഒരു വ്യക്തിയുണ്ട്, ലോത്തിന്റെ വൈഫ്. ഉപ്പുതൂണായി മാറി. ഇന്ന് അതുപോലെ ഉപ്പുതൂണായി എത്രയോ വ്യക്തികൾ മാറിക്കൊണ്ടിരിക്കുന്നു. അനുദിനം ജീവിച്ച് നമുക്ക് പത്രോസിനെക്കുറിച്ച് ഞാനല്ല ക്രിസ്തുവാണ് ജീവിക്കുന്നത് പറയാനുള്ള ധൈര്യമൊന്നും ഉണ്ടാകത്തില്ല. ഒരു പക്ഷേ അറ്റ്ലീസ്റ്റ് നമുക്ക് പറയാമല്ലോ, ഞാൻ ജീവിക്കുന്നത് തമ്പുരാനുണ്ടെന്ന് പറയാൻ പറ്റുള്ളൂ. പറയേണ്ട ഉത്തരവാദിത്വം നമുക്കില്ലേ? ഇതാണ് നമ്മൾ ഈ യാത്രയിൽ നമ്മളെ ഈ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരണം. നമ്മുടെ ജീവിതത്തിൽ ഒത്തിരിയേറെ കുറവുകളുണ്ട്. അത് തമ്പുരാന് മനസ്സിലാവും. കുറവുകളുണ്ട്. നമ്മൾ പറഞ്ഞ ഇപ്പൊ ഒറ്റ കാര്യം ഞാൻ പറഞ്ഞുതരാം. അതായത് നമ്മുടെ ജീവിതത്തിലുള്ള ആദ്യം നമ്മുടെ ഉള്ളിലുള്ള കാരണം നമ്മളെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് ദൈവത്തിന്റെ ഛായയുടെ സാദൃശ്യത്തിലാണ്. നമ്മളിലുള്ള ദൈവത്തിന്റെ സാദൃശ്യം നമുക്ക് തിരിച്ചറിയാൻ പറ്റിയാലേ നമുക്ക് അവരിലുള്ള ആ ദൈവത്തിന്റെ സാദൃശ്യത്തെ തിരിച്ചറിയാൻ പറ്റുള്ളൂ. ഇല്ലായെങ്കിൽ നമ്മൾ പലരും വന്ന് പറയുന്നതാണ്, എനിക്ക് അല്ലെങ്കിൽ എനിക്ക് എന്റെ കണ്ണുകളെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല, എനിക്ക് എന്റെ ശരീരത്തെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. എന്തുകൊണ്ടാണ്? നമുക്ക് നമ്മുടെ ഉള്ളിലുള്ള ദൈവിക സാദൃശ്യം നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല. ഇപ്പൊ നിങ്ങൾ ഈ ഒരു കോൺടെക്സ്റ്റിൽ നിങ്ങൾ മനസ്സിലാക്കുന്നത് എന്താണ് സെക്സ് എന്നുള്ളത്. ഈ സെക്സ് എന്നുള്ളത് അതായത്
ഒരു സ്നേഹത്തിന്റെ പൂർത്തീകരണമായി സെക്സ് എന്ന് പറയുന്ന കാര്യം. അതായത് ദൈവം ഈ ലോകത്തിലേക്ക് വന്നു, ക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നു. ക്രിസ്തു പോകുന്നതിന്റെ തലേ രാത്രിയാണ് ക്രിസ്തു തന്റെ ശരീരം ഈ ലോകത്തിന് വേണ്ടി സമർപ്പിച്ചത്. അതായത് സെക്സ് എന്ന് പറയുന്നത് ഒരു പാർട്ടി ഗിഫ്റ്റ് ആയിരുന്നു. അതായത് അവസാനത്തേതായിരുന്നു. എല്ലാത്തിനും ക്രിസ്തു നമുക്ക് തന്നത് ക്രിസ്തുവിന്റെ ശരീരം ഒരു പാർട്ടി ഗിഫ്റ്റ് ആണ്. അതായത് ഒരു സ്നേഹത്തിന്റെ പൂർത്തീകരണമാണ് ഒരു സെക്സ് എന്ന് പറയുന്നത്. അല്ലാതെ വഴി പോകുന്നതോടുകൂടി കയറി നെങ്ങാനുള്ളതല്ല നമ്മുടെ ശരീരം. അത് നമ്മുടെ വസ്ത്രധാരണത്തിലാണെങ്കിലും നമ്മൾ ശ്രദ്ധിക്കുമാക്കാനും ഒരു മനുഷ്യന് പോയി ഇടർച്ച ഉണ്ടാകാൻ നമ്മുടെ വസ്ത്രധാരണം അനുവദിച്ചുകൂടാം. കാരണം ഇതിനെല്ലാം നമ്മൾ ക്രിസ്തുവിന് മുമ്പിൽ കണക്ക് കൊടുക്കണം. നമ്മൾ ഓർക്കണം, അതായത് നമ്മളിപ്പോ കുറെ പാപങ്ങൾ ചെറുപ്പമായിട്ട് നമ്മൾ ഏറ്റില്ല. നമ്മൾ ഇതുവരെ പറയുന്നുണ്ടോ, നിങ്ങൾ എന്നും നിങ്ങൾ മറ്റൊരാകും. നിങ്ങൾ എന്നും പാൽ കുടിച്ചാണ് ജീവിക്കുന്നത്. ചോദിക്കുന്നത് എന്നും നിങ്ങൾ വേദനയോടെ പോലീസിനെ ചോദിക്കുന്നത്. കാണുന്നു വേദനയോടെ പോലീസിനെ ചോദിക്കുന്നത്. ഇന്നും പലരും വന്ന് പറയുന്ന പാവമാണ് ഞാൻ ദൈവത്തിന് 1-ാം സ്ഥാനം കൊടുത്തിട്ടില്ല. അപ്പോട്ടെ, നിങ്ങൾ ദൈവത്തിന് 1-ാം സ്ഥാനം കൊടുക്കട്ടെ. നിങ്ങൾ കല്യാണം കഴിഞ്ഞു, ഭർത്താവുണ്ട്, 1-ാം സ്ഥാനം കൊടുക്കട്ടെ. പോട്ടെ, ദൈവം സഹിച്ചു. 2-ാം സ്ഥാനം കൊടുത്തോ? ആ 2-ാം സ്ഥാനം മക്കളൊക്കെ അല്ലേ? പോട്ടെ, 2-ാം സ്ഥാനം കൊടുക്കട്ടെ. 3-ാം സ്ഥാനം കൊടുത്തോ? ഇല്ല, മാതാപിതാക്കൾ കൊടുത്തിട്ടുണ്ടല്ലേ, 3 വേണം. 4-ാം സ്ഥാനം കൊടുത്തിട്ടുണ്ടോ? 4 പിന്നെ ജോലി ഭാരമൊക്കെ ഉണ്ട്, 4 കൊടുത്തിട്ടില്ല. 5-ാം സ്ഥാനം കൊടുത്തിട്ടുണ്ടോ? കഴിക്കുന്ന ഡാൻസ് ഒക്കെ ഉള്ളതല്ലേ, അതും വേണം. ഇതിലൊന്നും നമ്മൾ കർത്താവിന് സ്ഥാനം കൊടുത്തിട്ടില്ല. എന്നിട്ട് നമ്മൾ വീണ്ടും വന്ന് ചുമ്മാ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഞാൻ ദൈവത്തിന് 1-ാം സ്ഥാനം കൊടുത്തിട്ടില്ല. അതിന്റെ അർത്ഥം ഞാൻ 2-ാം സ്ഥാനം കൊടുക്കുന്നുള്ളതാണ്. നമ്മൾ എങ്ങനെയാണ് നമുക്ക് ഈ ക്രിസ്ത്യൻ ജീവിതത്തിൽ സ്റ്റാറ്റിക് ആയിട്ടുള്ള ഒന്നല്ല. അതായത് നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിന്റെ വളരെ കൃത്യമായിട്ട് കാണുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകത്തിൽ ആദ്യം എങ്ങനെ കർത്താവിനെ ദൈവത്തിനെ വിവരിച്ചിരിക്കുന്നത്? ദൈവം മനുഷ്യന്റെ കൂടുതൽ നടക്കുന്നതാണ്, തോളോട് ചേർന്ന് നടക്കുന്നതാണ്. അതിനുശേഷം 12-ാം അധ്യായത്തിൽ വരുമ്പോൾ അബ്രാഹത്തിനോട് ദൈവം ആകാശത്തിൽ സംസാരിക്കുക. അതിനുശേഷം പിന്നീട് ജോസഫിലേക്ക് വരുമ്പോഴത്തേന് ദൈവം സംസാരിക്കുക. പിന്നീട് ആ ഉൽപ്പത്തി അവസാനിക്കുന്ന ഉൾവിളികളാണ്. അതായത് ഒരു പ്രോസസ് ഉണ്ട്, ഒരു മണിക്കൂർ പ്രോസസ് ഉണ്ട്, നിഷ്ഠ. അതായത് നമ്മൾ ഈ വേദികളിൽ തന്നെ ഇന്ന് ലേഖനം എന്താ വായിച്ചത്, നമ്മൾ അതിലേക്ക് ഒരു യാത്ര നടത്തണം. അതാണ് ഈ ആത്മീയ യാത്ര എന്നത്. ഈ ആത്മീയ യാത്ര നമ്മൾ ആ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചത്. നമ്മളിപ്പോ എന്താണ് ഈ നമ്മുടെ ബയോഗ്രഫി നമ്മൾ ഇങ്ങനെ കുറിച്ചാൽ മതി, 2 വാക്യം കുറിച്ചാൽ മതിയോ? ജനിച്ചു, ജീവിച്ചു, മരിച്ചു, ഇത്ര കുറിച്ചാൽ മതിയോ? നമ്മളെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് യുണീക്കായിട്ട് സൃഷ്ടിച്ചിരിക്കും ഒരു പർപ്പസിലോ, ഒരു ലക്ഷ്യമില്ലേ? നമ്മുടെ എല്ലാം ചർച്ചകളെല്ലാം എപ്പോഴും തൊഴിലും കാര്യങ്ങളെ ആശ്രയിച്ചുകൊണ്ടാണ്. പക്ഷെ ഇതിനപ്പുറത്തേക്ക് ഒരു ലക്ഷ്യമുണ്ട് ദൈവം നമ്മളെ ഏൽപ്പിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ എന്തിനാണ് നമ്മളെ യുണീക്കായിട്ട് ദൈവം സൃഷ്ടിച്ചത്? ദൈവം നമ്മളെ യുണീക്കായിട്ട് നമ്മളെപ്പോഴും നമ്മുടെ മക്കളെ അത് ഒരിക്കലും ചെയ്യരുത്. നമ്മുടെ മക്കളെയൊക്കെ കമ്പയർ ചെയ്യും. നീ അവനെ കണ്ടുപിടിക്കുക, അല്ല അവനെ കണ്ടുപിടിക്കുക. ഒരിക്കലും നമ്മൾ കമ്പാരിസൺ നടത്തരുത്. നടത്തണമെങ്കിൽ ഇപ്പൊ 2 യുണീക്കായിട്ട് വ്യക്തി ഉണ്ടെങ്കിലേ കമ്പാരിസൺ നടത്താൻ പറ്റുള്ളൂ. ഇപ്പം ഒരു യുണീക്കായിട്ട് ഓരോ വ്യക്തി യുണീക്കായിട്ട് ദൈവം സൃഷ്ടിച്ചിട്ട് ആ അച്ഛൻ ദൈവം ഉടച്ചു കളഞ്ഞിരിക്കുക. അതേ അച്ഛൻ വേറെ ആൾ സൃഷ്ടിച്ചിട്ടില്ല. പിന്നെ നമുക്ക് എങ്ങനെ കമ്പാരിസൺ ചെയ്യാൻ പറ്റും? അപ്പൊ നമ്മുടെ ദൗത്യം എന്താ? നമ്മുടെ യാത്ര തിരിച്ചറിയണം. അറിഞ്ഞാൽ മാത്രമേ നമുക്ക് നമ്മുടെ ജീവിതം അതനുസരിച്ച് ക്രമീകരിച്ച് നമുക്കുള്ളൂ. ഈ നമ്മുടെ ചിന്തിക്കല് ഒരു രാത്രി കൊണ്ട് ഈശോ 40 ദിവസം ഉപസിച്ച് ഈശോ ദൗത്യം തിരിച്ചറിഞ്ഞു. ഈശോ ദൗത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈശോ അതായത് ജെറുസലേമിൽ അർപ്പിക്കേണ്ട ബലിയ അത് തിരിച്ചറിഞ്ഞില്ല. ഈശോ തിരിച്ചറിയുന്നത് ഇതിന്റെ പരിസ്ഥിതിയുടെ അവസാന ഭാഗമാകുമ്പോഴാണ്. നമ്മൾ വായിക്കുമ്പോൾ മത്തായി സുവിശേഷം വായിക്കുമ്പോൾ ആ താബോർ ഇൻസിഡന്റിന്റെ അടുത്തെത്തുമ്പോൾ, അതായത് യുവാന്തരം, അവിടെ വെച്ചാണ് ശരിക്കും താബോർ ഇൻസിഡന്റിലാണ് ഈശോയ്ക്ക് പൂർണ്ണമായിട്ട് വെളിപ്പെടുത്തി കിട്ടുന്നത് ഇവിടെ ഈ ജെറുസലേമിൽ അർപ്പിക്കേണ്ട ബലിയെ കുറിച്ച്. അതിനുശേഷമാണ് അങ്ങോട്ട് പറയുന്നത് വി മസ്റ്റ് ഗോ ടു ജെറുസലേം. ഈശോയുടെ പ്രാർത്ഥന, നമ്മുടെ പ്രാർത്ഥന ഈശോ നമ്മളെ എങ്ങനെ പ്രാർത്ഥിക്കണം പഠിക്കുന്നുണ്ട്. എങ്ങനെ നമ്മളെ പ്രാർത്ഥിക്കണം? നമ്മുടെ പ്രാർത്ഥന മുഴുവൻ നമ്മുടെ അതായത് എന്തെങ്കിലും കാര്യങ്ങൾ സാധിക്കണം, അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകൾ മാറണം. ഈശോ പ്രാർത്ഥിച്ചിരുന്ന മുഴുവൻ എങ്ങനെയാണ് ഈശോ പ്രാർത്ഥന? ഈ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാനുള്ള പ്രാർത്ഥനയാണ്. അവസാനം ഗെത്സമേനിൽ പ്രാർത്ഥിക്കുന്നത് ഈ കനിയുമെങ്കിൽ മാത്രം ഒഴിവാണ്. പക്ഷെ എങ്കിലും എന്റെ ഇഷ്ടമല്ല, അങ്ങനെ ഇഷ്ടം നടക്കണം. അപ്പൊ അതായത് നമ്മുടെ പ്രാർത്ഥനകൾ എന്ന് പറയുന്നത് ഈ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാനുള്ള പ്രാർത്ഥനകളാണ്. ഇല്ലെങ്കിൽ നമ്മുടെ ജീവിതം വെറും ഈ 2 വാക്യം ഒതുക്കേണ്ടി വരും: ജീവിച്ചു, മരിച്ചു.
ഒരു മാർഗം ഈ ലോകത്തിൽ ഒരു മാർഗം നമ്മൾ ചെയ്യാതെ ഈ ലോകത്തിൽ കടന്നു പോകും. അനേകം വ്യക്തികൾ ഇതിങ്ങനെ ചെയ്യുന്നത്. അതല്ല നമ്മുടെ ക്രിസ്ത്യ ജീവിതം പഠിപ്പിക്കുന്നത്. ബൈബിൾ പഠിപ്പിക്കുന്നത് അതല്ല. ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു, അനേകം വ്യക്തികളുടെ ജീവിതത്തിൽ ഒരു പാപവും ഇല്ലെന്ന് പരിശുദ്ധ കന്യാമറിയത്തിന്റെ അടുത്തേക്ക് പറയാനുണ്ട്. ഒരു ബൈബിള് പുതിയ നിയമത്തിൽ പാപം പറയുന്ന മറ്റുകൾക്കുന്ന ലംഘനമല്ല, മറിച്ച് ദൈവവചനത്തിന്റെ ലംഘനമാണ്. ഏത് വചനത്തെ എടുത്ത് ചൊന്ന് വായിച്ചിട്ട് ഒന്ന് ധ്യാനിച്ച് ഒരു 20 പാപം ലംഘിച്ചു വെച്ചിരിക്കുകയാണ്. ഇതുകൊണ്ടല്ലേ ഫ്രാൻസിസ് റിപ്പീറ്റ്ലി പറയുന്നുണ്ട്, ഇന്നത്തെ ലോകത്ത് സെൻസ് ഓഫ് സിൻ നഷ്ടപ്പെട്ടു. നമ്മൾ സ്വയം കണ്ടെത്തണം, നമ്മുടെ ജീവിതം ക്രമീകരിക്കണം. നമ്മൾ അതിനുവേണ്ടി നിങ്ങൾ ചിന്തിക്കേണ്ട ഏത് നേരം പള്ളി എല്ലാ അവസരം പള്ളിയിൽ പോകാൻ പറ്റത്തില്ലായിരിക്കും. എന്നാ സഭയാക്കാരി സ്ക്രീൻഷോട്ട് എടുത്ത് വന്നിട്ട് ആ മലയിലാണോ ആരാധിക്കുന്നത്, ഈ മലയിലാണ്. ഈശോ പറയുന്നത് എന്നതാണ്, നിങ്ങൾ ആ മലയിലോ ആരാധിക്കുന്നത്, ഈ മലയിലോ ആരാധിക്കുന്നത്, നിങ്ങൾ എല്ലായിടത്തും നിങ്ങൾ ആരാധിക്കും, എവിടെ നിങ്ങൾക്ക് ആരാധിക്കും. അതായത് ഈശോ കാണിച്ചു തരും. മരുഭൂമിയിൽ ആരാധിച്ചു ഈശോ, സിനഗോഗിൽ ആരാധിച്ചു ഈശോ, ദേവാലയത്തിൽ ആരാധിച്ചു ഈശോ, തോട്ടത്തിൽ ആരാധിച്ചു. എല്ലാ സ്ഥലവും ഈശോ ആരാധന സ്ഥലമാക്കി മാറ്റി. അതുകൊണ്ട് ആർക്കും ഒരു ഒഴിവുകളില്ല. അപ്പൊ നമുക്ക് നമ്മൾ ജോലിയിലായിരിക്കുന്ന മേഖലയിലാണെങ്കിലും നമ്മൾ അവരോടൊപ്പം പ്രാർത്ഥനയിലായിരിക്കും. ആ പ്രാർത്ഥന നമ്മുടെ ലക്ഷ്യത്തെ കണ്ടുപിടിക്കുക. നമ്മളെല്ലാം ഇത് നമ്മുടെ ലക്ഷ്യം എന്താണെന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് യാത്ര ആരംഭിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് പ്രത്യേകിച്ചും നമുക്ക് ഈ ക്രിസ്മസ് ചടങ്ങിൽ പ്രത്യേകിച്ച് ജനങ്ങൾ ആരംഭിച്ചിരുന്ന ദിവസം പ്രത്യേകിച്ച് ഈശോയുടെ പരസ്യ ജീവിതത്തെ അതുപോലെ തന്നെ ഈശോയുടെ മാമോസയൊക്കെ കാണിക്കുന്നതാണ് ഈ ദരഹാത്തിനാണ്. അപ്പൊ ഈ ദരഹാത്തിനാളോടനുബന്ധിച്ച് നമുക്ക് നമ്മുടെ ജീവിതത്തെ ഒന്ന് ക്രമീകരിക്കാനുണ്ട്. അവരിലേക്ക് ജീവിതം ക്രമീകരിക്കാൻ നമുക്ക് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പ്രാർത്ഥിക്കണം. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കണം. നിനക്ക് സജീവ സാക്ഷ്യം വഹിക്കുവാൻ ഞങ്ങളെ ശക്തരാക്കണമേ. സകലത്തിന്റെയും നാഥായ എന്നേക്കും. Amen.
ഉണ്ടാകട്ടെ. സാക്ഷികളുടെയും സ്മരണ വിശുദ്ധ ബലിപീഠത്തിൽ ഉണ്ടാകട്ടെ. Amen. Ruhadan Samavasavuni
സകലത്തെയും കനിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അളവറ്റ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങൾ മാലാഖമാരുടെ കോലനായനെ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമേന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങളുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ ക്രോമ്യമാണ് ശ്രാപ്യമാണ് ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയുമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയുടെ എന്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങളുടെ നാമത്തിൽ ഒന്നിച്ചു കൊടുക്കുമ്പോൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ നിന്റെ സമൃദ്ധമായ അനുഗ്രഹത്താൽ അമൃതമണിയിക്കുകയും ചെയ്തു. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതി
ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഞങ്ങളുടെ സഭയുടെ ഞങ്ങളുടെ അധ്യക്ഷനായ പുരോഹിതന്മാർ, സംസ്ഥാനമാർ, സമർപ്പിതമായ ഭരണകർത്താക്കൾ, മേലധികാരികൾ, വിശുദ്ധ സഭ മുഴുവനും വേണ്ടി ഈ കുർബാന സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും സ്നേഹന്മാരുടെയും രക്തസാക്ഷികളുടെയും അന്ധരുടെയും ബഹുമാനത്തിന് അങ്ങയുടെ സന്നിധിയിൽ വിജയകരമായി പ്രവർത്തിച്ച വിധിമാന്മാർ ശുദ്ധമായ രാജാക്കന്മാർക്ക് വേണ്ടി ഈ കുർബാന സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും ഞങ്ങളുടെ ഇടയിൽ നിന്ന് നിങ്ങളുടെ നാമത്തിൽ വേർതിരിഞ്ഞു പോയ എല്ലാ മനുഷ്യർക്കും അങ്ങയുടെ കാരണത്തെ പ്രത്യാശാപൂർവ്വം കാത്തിരിക്കുന്ന ഈ ജനത്തിനും ഇവർ ഓരോരുത്തരുടെയും പ്രാർത്ഥനാ നിയോഗങ്ങളുടെ പൂർത്തീകരണത്തിനും അയോഗ്യരായ ഞങ്ങൾക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മലവും വിശുദ്ധവുമായ ബലിപീഠത്തിന്മേൽ അങ്ങയുടെ അഭിഷിക്തന്റെ ശരീരരക്തങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു. ജീവിതകാലം ഞങ്ങൾ ശാന്തിയും സമാധാനം ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയപുത്രനായ ഈശോമിശിഹായെ നയിച്ചുവെന്നും വാസ്തവരെല്ലാവരും അറിയട്ടെ. ഞങ്ങളുടെ കർത്താവും ദൈവവുമായ മിശിഹാവെന്നും ജീവദായകമായ സുവിശേഷമേ, വിശുദ്ധ മാമോദീസായുടെ സജീവവും ജീവദായകവുമായ മുദ്രിതരും പരിശുദ്ധ കത്തോലിക്കാ സഭയുടെ സന്താനങ്ങളുമായ എല്ലാവർക്കും വേണ്ടിയുള്ള നൈർമല്യവും വിശുദ്ധിയും ഞങ്ങളെ പഠിപ്പിച്ചെന്നും എല്ലാ മനുഷ്യരും അറിയട്ടെ. കർത്താവേ, ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശോ മിശിഹായുടെ പീഡാനുഭവത്തിന്റെയും മരണത്തിന്റെയും സംസ്കാരത്തിന്റെയും ഉദ്ധാനത്തിന്റെയും മഹനീയവും ഭയഭക്തിജനകവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ വിശുദ്ധരായി ആദരപൂർവ്വം പ്രാർത്ഥിക്കുകയും സമാധാനത്തോടുകൂടി കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. നിന്റെ ദാസരുടെ ഈ കുർബാനയിൽ അങ്ങ് താമസിച്ച് ഇതിനെ ആസ്വദിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പൊടിക്കും പാപങ്ങളുടെ മോചനത്തിനും ഐശ്വര്യങ്ങളുടെ പ്രത്യാശത്തിനും നിന്നെ പ്രീതിപ്പെടുത്തലാവരോടും ഒന്നിച്ച് സ്വർഗ്ഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മഹനീയവും വിസ്മയാത്മകവുമായ രക്ഷാപദ്ധതിയെക്കുറിച്ച് അങ്ങേ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ അമൂല്യ രക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടുകൂടെ ഞങ്ങൾ അങ്ങേ കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു. സജീവവും പരിശുദ്ധവും ജീവദായകവുമായ അങ്ങയുടെ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ദൈവമേ, അങ്ങയുടെ ദൃഷ്ടിയിൽ എന്നോട് ദയ തോന്നണമേ. കർത്താവേ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു. ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സുഗർഭവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹായേ, നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ അപ്പം സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങിയതും
ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. ജീവിക്കുന്ന
2 വർഷക്കാലം മുടങ്ങിക്കിടക്കുകയാണ്. അതുകൊണ്ട് ഈ വർഷം നമുക്ക് നസ്രത്തിലേക്ക് തീർത്ഥാടനം നടത്തി തീർത്ഥാടനം നടത്തി പൂർണ്ണ നഗരവിമോചനം പ്രഖ്യാപിച്ചിട്ടുണ്ട്. മാസത്തിലെ ശനിയാഴ്ചയിൽ നമുക്ക് തിരിക്കാൻ സാധിക്കുന്നു ആഗ്രഹിക്കുകയാണ്. ഒരു ബസ്സിനാണെങ്കിലേ പോവുകയുള്ളൂ. നമുക്ക് 10 ദിവസത്തെ നമുക്ക് ഓൺലൈനിൽ പ്രാർത്ഥിച്ച് പോരുന്നവര് അങ്ങനെ ഒരു പൂർണ്ണ നഗരവിമോചനവും തീർത്ഥാടനവും നമ്മളെ തന്നെ വിശദീകരിക്കാനായിട്ടുള്ള ഒരു വർഷമായിട്ട് നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. അതിന് വളരെ താല്പര്യമുള്ളവര് പേരുകൾ തരിക ചെയ്യാൻ സാധിക്കും. മറ്റു പള്ളികളിലും ഇതുപോലെ ചെയ്യുന്നുണ്ട്. എല്ലാവരും ഒന്നിച്ച് ഒരു ദിവസം നഷ്ടത്തിൽ വന്ന് നമ്മുടെ വെളിയൊക്കെ അർപ്പിച്ച് സംസാരിച്ച് നടത്താൻ സാധിക്കും. മറ്റു പള്ളികളിൽ നിന്നും ഇങ്ങനെ ആഗ്രഹിക്കുകയാണ്. ഡേറ്റുകൾ പോകാൻ താല്പര്യമുള്ളവര് ശനിയാഴ്ച ആയിരിക്കും സൗകര്യം. നമുക്ക് സമയം അനുവദിക്കാം. ക്രിസ്ത്യൻകാർക്ക് ഞായറാഴ്ച കുർബാന മുടക്കാൻ പറ്റുന്നില്ലല്ലോ. അപ്പോൾ ശനിയാഴ്ച പറയാൻ പറ്റുന്നവർ പേര് തരിക. പിന്നീട് അത് പിടിക്കാനായിട്ട് രണ്ടാമതായിട്ട് ഇവിടെ വീടിന് മുമ്പിൽ നിൽക്കുന്നവർ മൂക്കുത്തി വെക്കുന്നവർ കാണുന്നത് വീടിന്റെ മുമ്പിൽ ഈ വായുവിലൊക്കെ ഉണ്ടാവില്ല. കണ്ടിട്ടായിരിക്കും കഴിഞ്ഞ 1-ാം തീയതി ഇരിക്കുന്നതായിരുന്നു. 1-ാം തീയതി കത്തിപ്പോയതാണ്. ഇത് വേറെ നടന്നു അത് വർക്കിയില്ല. ഞാൻ പറഞ്ഞ നോക്കുത്തിയായിട്ടില്ല പോരാ. അതുപോലെ പരിഹാരം നമുക്ക് കാണണം. പരിഹാരങ്ങളായിരിക്കാൻ പറ്റത്തില്ല. പൂർത്തിയാകണമല്ലോ. നോക്കുത്തി എന്ത് നോക്കുത്തിയായിട്ട് വീടിന് മുമ്പിൽ ഇരിക്കില്ല, നമുക്കറിയാം. അപ്പൊ അതിന് പരിഹാരം കാണാം. പരിഹാരം നിങ്ങളുടെ കയ്യിലല്ല. പരിഹാരം നിങ്ങളുടെ കയ്യിലുള്ളൂ. എന്റെ ഇല്ല. ഒരുപാട് പറഞ്ഞത് മനസ്സിലായി കാണാം. അപ്പൊ ചെറുതും വലുതുമായ സംഗതികള് നിങ്ങൾ കെട്ടിക്കൊടുക്കാൻ കഴിയില്ല. കാരണം 8,000-9,000 സെറ്റുകളിലാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. അപ്പോൾ അതേപോലെ പരിഹാരം നിങ്ങളുടെ കയ്യിലാണ്. നിങ്ങൾക്ക് പറ്റുന്ന ഒരു കോൺട്രിബ്യൂഷൻ നിങ്ങൾ അതിന് വേണ്ടിയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ സന്തോഷം ഉണ്ടാവും. അപ്പൊ നമുക്ക് എത്രയും പെട്ടെന്ന് മേടിക്കണം. നാട്ടുകാർ ഒക്കെ സഹിക്കുകയാണ്. നിങ്ങൾ സഹകരിക്കുന്നത് എനിക്കറിയാം. പത്രകാരങ്ങളെ സഹകരിച്ചിട്ടുണ്ട്. ഇതിനകത്ത് സഹകരിച്ച് നമ്മുടെ ആവശ്യമുണ്ട്. തീർച്ചയായിട്ടും എനിക്കിത്രേ ഉള്ളൂ. കടം ബാധ്യതകളൊന്നും തീർന്ന് നമുക്കൊന്നും ചെയ്യാൻ പറ്റും. കടം എല്ലാവർക്കുണ്ട്. അതൊന്നും ഒരു കാലത്തൊന്നും ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ചെറുതെങ്കിൽ ചെറുത് അല്ലെങ്കിൽ വലുത് പലതുകളുടെയും തീരുമാനം എന്നാണ് പറയുക. അപ്പോൾ നിങ്ങൾ സഹകരിക്കണം. ബോധമുള്ളവരാണ് സംസാരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അതൊക്കെ കാര്യങ്ങൾ പിടികിട്ടിയിട്ടുണ്ടെന്ന് എനിക്കറിയാം. അതുകൊണ്ട് നിങ്ങൾ സഹകരിക്കും. ഉറപ്പുണ്ട്. നമ്മുടെ പടക്കപ്പെടാൻ വേണ്ടിയിട്ട് വീണ്ടും ആന്റണിയും പ്രതിമാല എന്ന ആശയത്തെ തിരിച്ചു പോകുകയാണെന്ന് പറഞ്ഞു. പ്രതിമാല വേണ്ടി പ്രാർത്ഥിക്കാം. കുറച്ച് വർഷങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. ജെറുസലേം കമ്മ്യൂണിറ്റിയിലെ സാന്നിധ്യം ഉണ്ടായിരുന്നു. പല കാര്യങ്ങളിലും പ്രാർത്ഥിക്കാം.
ലോകത്തിലേക്ക് അയക്കുകയും യോർദാനിൽ പരിശുദ്ധ ത്രിത്വത്തിന്റെ രഹസ്യം വെളിപ്പെടുത്തുകയും ചെയ്ത പിതാവായ ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. തന്റെ ശരീരങ്ങളാൽ പാപങ്ങൾ ക്ഷമിച്ച സ്വർഗ്ഗരാജ്യത്തിൽ നമ്മെ അവകാശമാക്കിയ ഈശോ മിശിഹ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവപുത്ര സ്ഥാനത്തേക്ക് ഉയർത്തുകയും സത്യത്തിന്റെ പൂർണ്ണതയിലേക്ക് നയിക്കുകയും ചെയ്യുന്ന പരിശുദ്ധാത്മാവ് നിങ്ങളെ ശക്തിപ്പെടുത്തട്ടെ. കർത്താവിന്റെ കുരിശിന്റെ സജീവമായ അടയാളത്താൽ നിങ്ങളെല്ലാവരും മുദ്രിതരും എല്ലാ വിപത്തുകളിൽ നിന്ന് സംരക്ഷിതരുമാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ജീവന്റെ മണ്ഡലത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ
ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. കർത്താവേ, മരിച്ചവരെ നീ കരുണാപൂർവ്വം ജീവിപ്പിക്കണമേ. ജീവിക്കുന്നവരെ ദയാപൂർവ്വം പരിപാലിക്കണമേ. ഉദ്ധാനം പ്രതീക്ഷിച്ചവർ നടന്നവരെ മഹിമയോടെ ഉയർപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. സകലത്തിന്റെയും നാഥനും ദൈവവുമായ മിശിഹായേ, നിന്റെ വിശുദ്ധ അടയാളത്തോടും ദൈവന്മാരെ കൃപയോടുകൂടി വാനമേഘങ്ങളിൽ നീ പ്രത്യക്ഷനാവുകയും സ്വർഗ്ഗരാജ്യത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുകയും മരിച്ചവർ അക്ഷയരായി കപടങ്ങളിൽ നിന്ന് ഉയർത്തുകയും ദുഷ്ടജനങ്ങൾ നീതിമാന്മാരിൽ നിന്ന് വേർതിരിക്കപ്പെടുകയും ചെയ്യുന്ന ഭയാനകമായ വിധി ദിവസത്തിൽ നിന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്കായ ലോകാർത്ഥത്തിൽ തന്നെ സജ്ജമാക്കപ്പെട്ടിരിക്കുന്ന സ്വർഗ്ഗരാജ്യത്തിലേക്ക് ഞങ്ങളുടെ ഈ സഹോദരൻ